ഹലോ. അപ്പം നമ്മുടെ അക്കാഡമിക്സും നമ്മൾ വർക്ക് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാപ്പ് എപ്പോഴും വരാറുണ്ടല്ലേ. അതായത് നമ്മൾ പഠിക്കുന്നതായിരിക്കില്ല, നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കത് പ്രാക്ടിക്കലി വരുമ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഫീൽ ചെയ്യും. സോ ആ ഒരു ഗ്യാപ്പ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ ഇവിടെ എൻട്രിയിൽ BAFC കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ പ്രാക്ടിക്കൽ കിറ്റ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അപ്പം തന്നെ ഇതൊന്ന് പെട്ടെന്ന് പഠിച്ചേക്കാമെന്ന് തോന്നാം. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ കിറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് 3 ഫയൽസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ മുന്നിൽ കാണാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് എൻറ്റിറ്റി, അതുപോലെ തന്നെ ട്രേഡിംഗ് എൻറ്റിറ്റി, ദെൻ അതുപോലെ തന്നെ സർവീസ് എൻറ്റിറ്റി. ഇത് 3ലും വരുന്ന കാര്യങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പല ഫീൽഡിലും പോവാം അല്ലേ, ജോലിക്കായിട്ട്. അപ്പോൾ അത് പോകുന്നത് ഏതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എവിടെയോ കിട്ടുന്നത് മാനുഫാക്ചറിങ് ആണോ, സർവീസ് ആണോ, ട്രേഡിംഗ് ആണോ. സോ ഏത് ഫീൽഡിൽ പോയാലും അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പ്രാക്ടിക്കലി പഠിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് മറക്കാതിരിക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവാൻ നോക്കാം അല്ലേ. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർവീസ് എൻറ്റിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് നമുക്ക് ഈ ആക്ച്വൽ കമ്പനീസിൽ വരാൻ പോകുന്ന ബില്ലുകൾ. ഇപ്പോൾ കണ്ടില്ലേ, KCB ബില്ലുകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഓരോന്നിൻ്റെയും ബാലൻസ് ഷീറ്റ് ആവട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പേ സ്കെയിൽസ് ആവട്ടെ, പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കിത് ഇവിടെ ഒരു ചെക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ കുട്ടിക്കാലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. ചെക്കൊക്കെ വെച്ച് നമുക്ക് ബാങ്കൊക്കെ വരെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊരു ട്രേഡിംഗ് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ റോൾ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ. ചെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ പേ സ്ലിപ്പുകൾ, കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ പേ സ്ലിപ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പം ഇതിൽ നമ്മൾ ഏതാണ് പറഞ്ഞിട്ടുള്ളത്, സർവീസ് എൻറ്റിറ്റി. സർവീസ് എൻറ്റിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്, അവിടുത്തെ ഡേറ്റാസ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നാളെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ബില്ല് വരുന്ന സമയത്ത് ആ ബില്ലിൽ കാണുന്ന ഓരോ എലമെൻറ്റ്സും എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അവിടെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, ഇതെനിക്ക് അറിയാം, ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കോൺഫിഡൻസോട് കൂടി പറയാം അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തത് ട്രേഡിംഗ് എൻറ്റിറ്റി. ട്രേഡിംഗ് എൻറ്റിറ്റിയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഈവൻ ബാങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലിപ്പ്, കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഡമ്മി വേർഷൻസ് നമുക്ക് ഇവിടെ, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെയാണോ അതിൻ്റെ ഡമ്മി വേർഷൻസ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളിവിടെ ഇത് പഠിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തരാം. നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് വിത്തിൻ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫയൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇത് ഓരോന്നും വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇൻഡസ്ട്രീനെ കുറിച്ചും പഠിക്കുക. ഇനി ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് റാവുറ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഉണ്ട്. അതുപോലെ സർവീസിൽ വരുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർച്ചി മീഡിയ എന്ന് പറയുന്ന ഒരു ഡമ്മി കമ്പനി നമുക്കായിട്ടുണ്ട്. ദെൻ മാനുഫാക്ചറിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ ടീം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ക്ലാസി ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഫേമിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും അവരുടെ ഇൻവോയ്സ് ആവട്ടെ, അവരുടെ KCB ബിൽസ് ആവട്ടെ, അതുപോലെ അവരുടെ ബാക്കി എല്ലാ ബില്ലുകളും ഡാറ്റകളും അവരുടെ ബാലൻസ് ഷീറ്റും ഒക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. എന്നിട്ട് ഇത് ഓരോന്നും വെച്ചിട്ട് നിങ്ങൾ അവിടുത്തെ എന്ത് ചെയ്യാൻ പോവാണ്, അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാൻ പോവാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയാലോ അല്ലെ എന്തോരം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ചെക്കൊക്കെ, എനിക്ക് ഈ ചെക്കാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വെറുതെ നമുക്ക് ചുമ്മാ ഒന്ന് അല്ലേ എടുത്ത് എത്ര പേ ആണ് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ട് ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്നത് പോലെ നമുക്ക് രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫാക്കൽറ്റീസ് ഇത് ഓരോന്നും വെച്ച് ഇതിൻ്റെ വർക്ക്സ് എങ്ങനെയാണ്, അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തരുന്നു. ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വർക്കും കൂടി തരും. ആ പ്രോജക്റ്റ് വർക്കും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി അവിടെ കിട്ടുവാണ്. സോ എത്രത്തോളം ആ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മുടെ അക്കാഡമിക്സും ആ ഒരു പ്രാക്ടിക്കൽ സൈഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് എത്രത്തോളം ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് എന്താണെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം ജോയിൻ ചെയ്തോ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലൊരു കിറ്റ് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ ഡേയ്സ് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും. ഇതിൻ്റെ ക്ലാസ്സസും ഉണ്ടായിരിക്കും. ഓക്കെ.